ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റുബീന AS, ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ. ഓട്ടോകാഡിൻ്റെ സെക്കൻഡ് ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണിത്. കഴിഞ്ഞ ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസസ് ഓഫ് ഓട്ടോകാഡ്, ഇമ്പോർട്ടൻറ്റ് കമാൻഡ്സ് യൂസ്ഡ് ഇൻ ഡ്രോയിങ്. അതിൽ മൂന്നെണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലൈൻ, കൺസ്ട്രക്ഷൻ ലൈൻ, പോളി ലൈൻ. ബാക്കിയുള്ള കമാൻഡുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡ്രോ ടൂൾ ബാറിലെ മറ്റ് കമാൻഡുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡെമോൺസ്ട്രേഷൻ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്ത 3 കമാൻഡുകളെ ഒന്നുകൂടി നോക്കാം. സോ നമുക്ക് അതിനു മുമ്പ് ഒരു കാര്യം അറിയാം. ഒരു കമാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ലൈൻ കമാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ either നമുക്ക് കമാൻഡ് ബോക്സിൽ ലൈനിന്റെ ഷോർട്ട് കീ L എൻ്റർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രോ ടൂൾ ബാറിൽ ലൈൻ പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ മെയിൻ മെനുവിലെ ഡ്രോയിൽ ലൈൻ പിക്ക് ചെയ്യാം. സോ ഈ 3 രീതിയിൽ നമുക്കൊരു കമാൻഡ് വർക്ക് ചെയ്യാൻ പറ്റും. സോ ലൈൻ പിക്ക് ചെയ്യാൻ വേണ്ടി ഡ്രോ മെയിൻ മെനുവിലെ ലൈൻ പിക്ക് ചെയ്തു. ലൈൻ പിക്ക് ചെയ്ത ഫസ്റ്റ് പോയിന്റ് ചോദിക്കും. ഇപ്പോൾ ഓർത്തോ മോഡ് ഓഫ് ആണ്, അതുകൊണ്ട് സ്ക്രീനിൽ ഏത് ഡയറക്ഷനിലേക്കും നമുക്ക് ലൈൻ വരക്കാൻ വേണ്ടി പറ്റും. പക്ഷെ സാധാരണയായി ഹൊറിസോണൽ വെർട്ടിക്കലായി മാറ്റണമെങ്കിൽ either സ്റ്റാറ്റസ് ബാറിലെ ഓർത്തോ മോഡ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിലെ F8 പിക്ക് ചെയ്യുക. സോ ഇപ്പോൾ കഴ്സർ മൂവ് ചെയ്യുന്നത് ഹൊറിസോണൽ വെർട്ടിക്കൽ ആൻഡ് ലെഫ്റ്റ് റൈറ്റിലേക്ക് മാത്രമാണ്. സോ ഏത് ഡയറക്ഷനിലേക്കാണ് ലൈൻ വരയ്ക്കേണ്ടത് ആ ഡയറക്ഷനിലേക്ക് കഴ്സർ മൂവ് ചെയ്യുക. ദെൻ ലൈൻ ലെങ്ത് അറിയാമെങ്കിൽ ലെങ്ത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ദെൻ വീണ്ടും കണ്ടിന്യൂസ് ആയി വരയ്ക്കാൻ വേണ്ടി ഡയറക്ഷനിലേക്ക് കഴ്സർ മൂവ് ചെയ്യുക, ലെങ്ത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. കമാൻഡ് കഴിഞ്ഞെങ്കിൽ നമുക്കത് എസ്കേപ്പ് ചെയ്ത് റിമൂവ് ചെയ്യാം, either എൻ്റർ ചെയ്ത് റിമൂവ് ചെയ്യാം. സോ ഈ രീതിയിലാണ് ലൈൻ കമാൻഡ് വരക്കുന്നത്. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ലൈൻ. കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് ലെങ്ത് ആയിട്ട് ഡ്രോയിങ്ങിലെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഹൊറിസോണ്ടൽ ഏത് തരത്തിലുള്ള ലൈനും വരക്കാൻ വേണ്ടി പറ്റുന്ന അതാണ് നമുക്ക് കൺസ്ട്രക്ഷൻ ലൈൻ. സോ കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മാത്രമേ വരക്കാൻ കഴിയുന്നുള്ളൂ, കാരണം അത് ഓർത്തോ മോഡ് ഓൺ ആയതുകൊണ്ടാണ്. ഓർത്തോ മോഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡയറക്ഷനിലേക്കും സ്ക്രീനിൽ ഇൻഫിനിറ്റ് ലെങ്ത് ആയിട്ടുള്ള ലൈനുകളെ വരക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സാധാരണ എലിവേഷൻ സെക്ഷൻ വരക്കുന്ന സമയത്താണ് നമുക്കിത് യൂസ്ഫുൾ ആവുക. ദെൻ നെക്സ്റ്റ് വണ്ണാണ് പോളി ലൈൻ. പോളി ലൈൻ നമ്മൾ വരക്കുന്നത് ഒരു കണ്ടിന്യൂസ് ആയി ലൈൻ ആർക്ക് കോമ്പിനേഷൻ വേണ്ടുന്ന സമയത്താണ്. സോ നമുക്ക് പിക്ക് ചെയ്തു. ഇപ്പോൾ ഓർത്തോ മോഡ് ഓൺ ആക്കുക, F8. ദെൻ ലൈനിൻ്റെ ലെങ്ത് അറിയാമെങ്കിൽ ലൈൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ എൻഡിൽ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആർക്കിലേക്ക് പോവുക. ദെൻ ആർക്ക് വരുന്നതായിരിക്കും. ആർക്കിൻ്റെ റേഡിയസ് ഡയമീറ്റർ അറിയാമെങ്കിൽ ആ ഡയമീറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 100 ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. സോ 100 ഡയമീറ്റർ ഉള്ള ഒരു ആർക്ക് അതിൻ്റെ എൻഡിൽ വന്നിട്ടുണ്ട്, ഒരു ഹാഫ് ആർക്ക് അതിൻ്റെ എൻറ്ററിൽ വന്നിട്ടുണ്ട്. ദെൻ വീണ്ടും നമുക്ക് ലൈനിലേക്ക് മാറണമെങ്കിൽ ആ പോയിന്റിൽ വെച്ച് നമുക്ക് ലൈനിലേക്ക് മാറാവുന്നതാണ്. വീണ്ടും ലെങ്ത് നമുക്കറിയാം, ഒരു 200 തന്നെ എൻ്റർ ചെയ്യുന്നു. വീണ്ടും നമുക്ക് അതിൻ്റെ എൻഡിൽ ഒരു ആർക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആർക്കിലേക്ക് കണക്ട് ചെയ്യുന്നു. ഡയമീറ്റർ നമ്മളിവിടെ നേരത്തെ കൊടുത്തിരിക്കുന്ന 100 ആണ്, സോ 100 തന്നെ കൊടുക്കാം. സോ ആ ഒരു കംപ്ലീറ്റ് ഫിഗർ നമുക്ക് കിട്ടി. വീണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമാൻഡിൽ നിന്ന് പുറത്തു പോകാം. ഈ ഒരു പോളി ലൈൻ കൊണ്ട് വരച്ച ദ ലൈൻ ആൻഡ് ആർക്ക് കോമ്പിനേഷനുള്ള ഫിഗറിനെ സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം, ഡ്രാഗ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതായിരിക്കും, ഏത് കമാൻഡ് ചെയ്യാവുന്നത്. സോ ഇതിന് ഒരു സിംഗിൾ ക്ലിക്ക് മതി. പക്ഷെ ലൈൻ എന്ന് പറഞ്ഞിട്ട് സിംഗിൾ എൻറ്റിറ്റി ഉള്ളതാണ്. ഓരോ ലൈനിനെയും സെപ്പറേറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. ഡ്രോ ടൂൾ ബാറിലെ അടുത്ത കമാൻഡാണ് പോളിഗൺ. സോ പോളിഗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്നത് എൻ്റർ നമ്പർ ഓഫ് സൈഡ്സ് എന്നാണ്. സോ നമ്പർ ഓഫ് സൈഡ്സ് 6 എൻ്റർ ചെയ്യുന്നു. 6 എൻ്റർ ചെയ്യുക. ദെൻ സ്പെസിഫൈ ദി സെൻറ്റർ പോയിന്റ് ഓഫ് ദി പോളിഗൺ. പോളിഗണിൻ്റെ സെൻറ്റർ പോയിന്റ് ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും പിക്ക് ചെയ്യുക. പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ചോദിക്കുന്നത് ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ ഓർ സർക്കംസ്ക്രൈബ്ഡ് എബൌട്ട് സർക്കിൾ എന്നാണ്. സോ ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ ക്ലിക്ക് ചെയ്ത് സർക്കിളിൻ്റെ റേഡിയസ് ചോദിക്കും. സ്പെസിഫൈ ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഒരു 100 പിക്ക് ചെയ്യുന്നു, 100 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. സോ ഇത് സർക്കംസ്ക്രൈബ്ഡ്, ഇൻസ്ക്രൈബ്ഡ് ഈ 2 വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒന്നുമില്ല, ഈ സർക്കിൾ നമ്മൾ ഒരു റേഡിയസ്, ഒരു സർക്കിളിൻ്റെ റേഡിയസിന് ബേസ് ചെയ്താണ് നമ്മളൊരു പോളിഗൺ വരക്കുന്നത്. അത് ഇൻസ്ക്രൈബ്ഡ് രീതിയിൽ അല്ലെങ്കിൽ സർക്കംസ്ക്രൈബ്ഡ് എന്ന രീതിയിൽ. ഇൻസ്ക്രൈബ്ഡ് ആണെങ്കിൽ നമ്മൾ വരക്കുന്ന
സർക്കിൾ നമ്മൾ വരക്കുന്ന പോളിഗൺ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഇൻസൈഡ് ആയിരിക്കും. സർക്കംസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത് നമുക്ക് വരക്കുന്ന പോളിഗൺ ആ സർക്കിളിൻ്റെ ഔട്ടറിലായിരിക്കും ഉണ്ടാകുക എന്നതാണ്. സോ ഇത് ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ ആണ്. ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ എന്ന് പറയുന്ന സമയത്ത് സർക്കിളിൻ്റെ അകത്തായിരിക്കും. സർക്കിളിൻ്റെ റേഡിയസ് ആണ് അവിടെ ചോദിക്കുന്നത് 100. ഇത് സർക്കംസ്ക്രൈബ്ഡ് ആയി വരക്കുന്നതായിരിക്കും. സർക്കംസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സർക്കിളിൻ്റെ പെരിഫറലായി ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും പോളിഗൺ. സോ പോളിഗൺ വരക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് പോളിഗൺ കമാൻഡ് എടുക്കുക. ചോദിക്കുന്ന നമ്പർ ഓഫ് സൈഡാണ്. ഞാനിപ്പോൾ ഒരു ഹെപ്റ്റഗൺ ആയിരുന്ന രീതിയിൽ 7 എൻ്റർ ചെയ്യുന്നു. 7 സൈഡുള്ള ഫിഗർ ആണ്. സ്പെസിഫൈ ദ സെന്റർ പോയിന്റ് ഓഫ് ദി പോളിഗൺ. പോളിഗണിന്റെ സെന്റർ പോയിന്റ് പിക്ക് ചെയ്യുക. ഇൻസ്ക്രൈബ്ഡ് ഏതെങ്കിലും ഒരു രീതിയിൽ വരക്കാം. ഇൻസ്ക്രൈബ്ഡ് പിക്ക് ചെയ്യുക. ദെൻ ചോദിക്കുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. സർക്കിളിന്റെ റേഡിയസ് ഒരു 200 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, 7 സൈഡുള്ള ഒരു ഹെപ്റ്റഗൺ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എത്ര സൈഡുള്ള മൾട്ടി പോളിഗൺ ഫിഗറും നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ ഇൻസ്ക്രൈബ്ഡ് സർക്കംസ്ക്രൈബ്ഡ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊടുത്ത 2 ഡ്രോയിങ് ആണിത്. ഇൻസ്ക്രൈബ്ഡ് പോളിഗൺ സെന്ററിന്റെ സർക്കിളിന്റെ അകത്തായിരിക്കും. സർക്കംസ്ക്രൈബ്ഡ് എന്ന് പറയുന്ന സമയത്ത് സർക്കിളിന്റെ പുറത്തായിരിക്കും പോളിഗൺ. ഇത്ര മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. സർക്കിളിന്റെ റേഡിയസ് ആണ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്പർ ഓഫ് സൈഡ്സും ഇതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് കമാൻഡ് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് കോർണർ പോയിന്റ് പിക്ക് ചെയ്യുക. ഓപ്പോസിറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. സെക്കൻഡ് കോർണർ പോയിന്റ് പിക്ക് ചെയ്യുക. ഈ രീതിയിൽ വരക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു ഏരിയ അറിയുന്നതാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തതിന് ശേഷം താഴെ കമാൻഡ് ബോക്സിൽ ഐദർ ഏരിയ, ഡയമെൻഷൻ, റൊട്ടേഷൻ ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാം. അതായത് ഏരിയ അറിയാമെങ്കിൽ ഏരിയൻ്റെ എ ടൈപ്പ്, ബ്ലൂവിൽ കാണുന്ന ഈ ലെറ്ററാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഏരിയൻ്റെ എ ടൈപ്പ് ചെയ്യുക. ഡയമെൻഷൻ അറിയാമെങ്കിൽ ഡി ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. റൊട്ടേഷൻ ഏതെങ്കിലും ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ 6 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എ ടൈപ്പ് ചെയ്യുകയാണ്. സോ എ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏരിയ എന്താണെന്ന് ചോദിക്കും. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏരിയ അറിയാമെങ്കിൽ ഇപ്പോൾ ഒരു 500 ആണ് ഏരിയ എങ്കിൽ 500 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അടുത്തത് ചോദിക്കുന്നത് ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തോ വിഡ്ത്തോ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. സോ ലെങ്ത് ആണെങ്കിൽ എൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം ലെങ്ത് ടൈപ്പ് ചെയ്യുക. ഞങ്ങളുടെ ലെങ്ത് 100 കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. സോ ഇവിടെ ഓട്ടോമാറ്റിക്കായി ഒരു റെക്റ്റാങ്കിൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ 500 ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ലെങ്ത് 100 ആയിരിക്കും. സോ നമുക്ക് ചെക്ക് ചെയ്യാം, ഇതിൻ്റെ ഏരിയ ചെക്ക് ചെയ്യാം. ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഷോർട്ട് കീ ആണ്. സോ ഏത് ഫിഗറിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ കോർണർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പച്ച സെലക്ഷൻ ആണ് വരുന്നത്. ഗ്രീൻ കളറുള്ള സെലക്ഷൻ കംപ്ലീറ്റ് ബോക്സിന് ഉണ്ടാവും. സോ എൻ്റർ ചെയ്യുക. കംപ്ലീറ്റ് ഫിഗർ ക്ലിക്ക് ചെയ്ത് ഗ്രീൻ കളർ ആയി കഴിഞ്ഞാൽ എൻ്റർ ചെയ്യുക. ഇവിടെ സൈഡിൽ തന്നെ എറോ മാർക്കിൽ തന്നെ 200 എന്നുണ്ട്. ഇനി അഥവാ അത് പോയി കഴിഞ്ഞാൽ ഈ കമാൻഡ് ബാലൻസിനെ ഒന്ന് നമുക്ക് വലുതാക്കാം. വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രീവിയസ് ചെയ്ത എല്ലാ കമാൻഡുകളും ഉണ്ടാവും. സോ നമ്മളിപ്പോൾ ഏരിയ ആണ് കമാൻഡ് കൊടുത്തിരിക്കുന്നത്. A എൻ്റർ ചെയ്ത് നമുക്ക് ഏരിയ ആണ്. സോ നമ്മൾ ഫിഗർ കണ്ടുപിടിച്ച നമ്മൾ ഏരിയ കൊടുത്തത് 100 ആണ് അല്ലെ, 500 ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതുണ്ട്. അതുപോലെ തന്നെ ആ ഫിഗറിൻ്റെ പെരിമീറ്റർ ഉണ്ട്. ഈ കമാൻഡ് ബോക്സിൽ നമുക്ക് എത്ര വേണമെങ്കിൽ ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്ത് നമ്മൾ പ്രീവിയസ് കാണുന്ന എല്ലാ പ്രീവിയസ് നമുക്ക് ടൈപ്പ് ചെയ്യുന്ന റെക്റ്റാങ്കിളുടെ കമാൻഡ് ഏതൊക്കെ കൊടുത്തു അതൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ കമാൻഡ് റെക്റ്റാങ്കിൾ ആണ് ഇത്ര നേരം നോക്കിയത്. റെക്റ്റാങ്കിൾ, റൊട്ടേഷൻ, അതുപോലെ റെക്റ്റാങ്കിൾ മോഡ് ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തത്. സോ ആ കമാൻഡ് പാലറ്റിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. ആ രീതിയിൽ നമുക്ക് നേരത്തെ ചെയ്ത ഏതെങ്കിലും കമാൻഡിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ ഏരിയ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഡ്രാഗ് ചെയ്ത് വെക്കാം. സോ ഈ രീതിയിൽ നമുക്ക് റെക്റ്റാങ്കിൾ വരക്കാം. അല്ലെങ്കിൽ നമുക്ക് റെക്റ്റാങ്കിൾ എടുക്കുന്നു, റെക്റ്റാങ്കിൾ ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുന്നു. ദെൻ നമ്മളിവിടെ ചോദിക്കുന്നത് സെക്കൻഡ് ഓപ്ഷൻ ഡയമെൻഷൻ ആണ്. ഡയമെൻഷൻ ഡി എൻ്റർ ചെയ്യുന്നു. ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് കൊടുക്കണം. ഫസ്റ്റ് ലെങ്ത് ഓപ്ഷൻ ആണ് ചോദിക്കുന്നത്. സോ 200 ലെങ്ത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ദെൻ വിഡ്ത്ത് ചോദിക്കുന്നുണ്ട്, ഒരു 100 കൊടുക്കുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100, 200 ആ ഒരു കോമ്പിനേഷനിൽ ലെങ്ത് വിഡ്ത്തുമായിട്ടുള്ള ബോക്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. റെക്റ്റാങ്കിൾ ബോക്സ് കിട്ടും. സോ റൊട്ടേഷൻ നമുക്ക് റൊട്ടേഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യാം. 6 എൻ്റർ ചെയ്യാം അല്ലെ. റൊട്ടേഷൻ്റെ 6 എന്നുള്ള ടൈപ്പ് റൊട്ടേഷൻ്റെ ഫസ്റ്റ് ബ്ലൂ കളർ കാണുന്നത് 6 ആണ്. 6 എൻ്റർ ചെയ്യാം.
അത് ചോദിച്ചാൽ നമുക്കൊരു പോയിന്റിനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. സോ റൊട്ടേറ്റ് ചെയ്ത് നമുക്കിവിടെ ആംഗിൾ എത്രയാണ് ചോദിക്കുന്നുണ്ട്. ആംഗിൾ ഒരു 45 ഡിഗ്രി പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 45 ഡിഗ്രി നമുക്ക് ഏത് ഡയറക്ഷനിലേക്കോ റെക്റ്റാങ്കിൾ വരക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഡയമെൻഷൻ ഡി എൻ്റർ ചെയ്യാം. ലെങ്ത് ഒരു 100, എൻ്റർ 200. സോ ആ ഒരു 45 ഡിഗ്രി ബേസിൽ നിന്ന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയാണ് നമുക്ക് 3 ഓപ്ഷൻ വരുന്നത്: ഏരിയ, ഡയമെൻഷൻ, റൊട്ടേഷൻ. ദെൻ അതിനുശേഷം വരുന്നതാണ് ആർക്ക്. ആർക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നത് സ്പെസിഫൈ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കാം. ദെൻ സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ്, ആ ആർക്കിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് കൊടുക്കാം. ദെൻ സ്പെസിഫൈ ദി എൻഡ് പോയിന്റ്. ഈ രീതിയിൽ വരക്കാം. ജസ്റ്റ് 3 പോയിന്റ് പിക്ക് ചെയ്യാം: സ്റ്റാർട്ടിംഗ് പോയിന്റ്, സെന്റർ പോയിന്റ് ആൻഡ് എൻഡ് പോയിന്റ്. ഈ രീതിയിൽ പിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡ്രോ ടൂൾ ബാറിലെ ആർക്ക് എടുക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 3 പോയിന്റ്, 3 പോയിന്റ്, സ്റ്റാർട്ട് സെന്റർ എൻഡ്, സ്റ്റാർട്ട് സെന്റർ ആംഗിൾ, സ്റ്റാർട്ട് സെന്റർ ലെങ്ത്, സ്റ്റാർട്ട് എൻഡ് ആംഗിൾ, സ്റ്റാർട്ട് എൻഡ് ഡയറക്ഷൻ, സ്റ്റാർട്ട് എൻഡ് റേഡിയസ്, സെന്റർ സ്റ്റാർട്ട് എൻഡ്, സെന്റർ സ്റ്റാർട്ട് ആംഗിൾ, സെന്റർ സ്റ്റാർട്ട് ലെങ്ത് ആൻഡ് കണ്ടിന്യൂ. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിലിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് സെന്റർ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കണം, ഒരു സെന്റർ പോയിന്റ് പിക്ക് ചെയ്യണം, അതുപോലെ അതിൻ്റെ റേഡിയസ് പിക്ക് ചെയ്യണം. എത്രയാണോ ആംഗിൾ, ഇൻക്ലൂഡഡ് ആംഗിൾ പിക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ഒരു 120 ആണെങ്കിൽ 120 ഇൻക്ലൂഡഡ് ആംഗിൾ, അതായത് സെന്ററിലേക്ക്. ഇവിടെ സ്നാപ്പ് ബോർഡ് ഓണോ ഓഫ് ആക്കാം. ബ്ലൂ കളർ ആണെങ്കിൽ ഓൺ ആണ്. സോ ഓൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആർക്കിൽ ടച്ച് ചെയ്ത് അതിൻ്റെ സെന്റർ കിട്ടും. ഏതെങ്കിലും ഒരു കമാൻഡ് എടുത്ത് ആർക്കിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെന്റർ കാണിച്ചു തരും. സോ ഈ സെന്റർ, ഈ ഫസ്റ്റ് പോയിന്റും എൻഡ് പോയിന്റും തമ്മിലുള്ള ഈ ആർക്ക് 120 ആയിരിക്കും. ഇതാണ് ആ ഒരു ഓപ്ഷൻ. സോ ഓരോ ഓപ്ഷനും നമുക്ക് എടുത്ത് ഡ്രോ ചെയ്ത് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഉള്ള ആർക്കാണ് നമുക്ക് കിട്ടുക. ഡ്രോയിൽ ആർക്ക്, ദെൻ ആർക്കിൻ്റെ ലെങ്ത്, ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കാം, അതുപോലെ തന്നെ സെന്റർ പോയിന്റ് കാണിച്ചു കൊടുക്കാം. ദെൻ ആർക്ക് ലെങ്ത്, കോഡിൻ്റെ ലെങ്ത് അറിയാമെങ്കിൽ, ഇപ്പോൾ കോഡിൻ്റെ ലെങ്ത് ഒരു 200 ആണെങ്കിൽ 200 കോഡ് ലെങ്ത് ഉള്ള, അതായത് ഈ ഫസ്റ്റ് പോയിന്റും എൻഡ് പോയിന്റ് തമ്മിലുള്ള കോഡ് ലെങ്ത് 200 ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ആർക്ക് വരക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് കമാൻഡ് സ്റ്റാർട്ട് എൻഡ് ആംഗിൾ. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പിക്ക് ചെയ്യുക, ഒരു എൻഡ് പോയിന്റ് പിക്ക് ചെയ്യുക. സ്റ്റാർട്ടും എൻഡും തമ്മിലുള്ള ആംഗിൾ, അതായത് ഈ ബേസ് ലൈനിൽ നിന്ന് എൻഡ് പോയിന്റിലേക്കുള്ള ഒരു ആംഗിൾ. സോ അതൊരു 75 ഡിഗ്രി കൊടുക്കുക, എൻ്റർ. സോ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും തമ്മിലുള്ള ആംഗുലാർ മെഷർമെന്റ് അറിയാമെങ്കിൽ അത് ഈ രീതിയിൽ വരക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് പിക്ക് ചെയ്യാം, എൻഡ് പോയിന്റ് പിക്ക് ചെയ്യാം, ഡയറക്ഷൻ, ഏത് ഡയറക്ഷൻ ആണോ ആ ഡയറക്ഷനും പിക്ക് ചെയ്യാം. അങ്ങനെ റെക്റ്റാങ്കിൾ ആർക്ക് വരക്കാം, സർക്കുലർ ആർക്ക് വരക്കാം. ദെൻ സ്റ്റാർട്ട് പോയിന്റ് പിക്ക് ചെയ്യാം, എൻഡ് പോയിന്റ് പിക്ക് ചെയ്യാം, അതിൻ്റെ ഡയറക്ഷൻ പിക്ക് ചെയ്യാം. ഡയറക്ഷൻ അല്ല, റേഡിയസ് പിക്ക് ചെയ്യാം. സോ ആ റേഡിയസ് ഒരു 100 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. സോ 100 റേഡിയസ് ഉള്ള ഒരു ആർക്ക് വരും. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ വേരിയസ് ആയിട്ടുള്ള ആർക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഡ്രോയിങ് നോക്കുക. ഇപ്പോൾ ഡ്രോയിങ്ങിൽ നമുക്ക് ഏത് ഡയമെൻഷനാണ് തന്നത്, വെറുതെ 3 പോയിന്റ് ടച്ച് ചെയ്തുകൊണ്ട് മാത്രം മതിയെങ്കിൽ ആ രീതിയിൽ. ഇപ്പോൾ നമുക്കൊരു ഫിഗർ ഉണ്ട്. സോ ഒരു 3 സർക്കിൾ, 2 സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കും. ഫസ്റ്റ് 3 സർക്കിൾ നമുക്ക് ഓൾറെഡി അറിയാം. സോ ഈ 3 സർക്കിളിനെയും ടച്ച് ചെയ്യുന്ന ഒരു ആർക്ക് വരയ്ക്കണമെങ്കിൽ ഡ്രോയിൽ ആർക്കിൽ പോയി 3 പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, സെക്കൻഡ് പോയിന്റ് ഇതാണ്, തേർഡ് പോയിന്റ് ഇതാണ്. സോ 3 സർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്കൊരു ആർക്ക് വരയ്ക്കാം. ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. ഡ്രോ ടൂൾ ബാറിലെ അടുത്ത കമാൻഡാണ് സർക്കിൾ. സർക്കിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സർക്കിൾ സ്പെസിഫൈ ദ സെൻറ്റർ പോയിന്റ് ഓഫ് ദ സർക്കിൾ ഓർ 3p, 2p, TTR, tan റേഡിയസ്. ഇത്രയും ഓപ്ഷനാണ് ഉള്ളത്. 3p, 2p, TTR, tan റേഡിയസ്. ഇതേ ഓപ്ഷൻസ് നമുക്ക് മെയിൻ മെനുവിൽ ഡ്രോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാണുന്ന സർക്കിൾ ഓപ്ഷനിലുണ്ട്. സർക്കിൾ ഓപ്ഷനിൽ സെൻറ്റർ റേഡിയസ്, സെൻറ്റർ ഡയമീറ്റർ, 2 പോയിന്റ്, 3 പോയിന്റ്, tan റേഡിയസ്, tan. ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഓരോന്നായി നോക്കാം.
ഫസ്റ്റ് ഡ്രോയിൽ സർക്കിൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ ആൻഡ് റേഡിയസ് ഒരു സെൻറ്റർ പോയിന്റ് പിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. റേഡിയസ് ഇപ്പോൾ ഒരു 20 ആണെങ്കിൽ 20 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. സോ 20 റേഡിയസ് ആയിട്ടുള്ള സർക്കിളാണിത്. ദെൻ സെക്കൻഡ് സെൻറ്റർ ആൻഡ് ഡയമീറ്റർ. സെൻറ്റർ ആൻഡ് ഡയമീറ്റർ പിക്ക് ചെയ്യുക. സോ 20 സെൻറ്റർ കൊടുക്കുക, അതുപോലെ തന്നെ ഡയമീറ്റർ വാല്യൂ കൊടുക്കാം. ഒരു 40 ഡയമീറ്റർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതേ സർക്കിൾ കിട്ടും. ദെൻ അടുത്ത 4 ഓപ്ഷൻസ് ആണ് 2 പോയിന്റ്, 3 പോയിന്റ്, 10 റേഡിയസ്, 10 എന്നുള്ളത്. അതിൽ 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 2 പോയിന്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും 2 പോയിന്റ് പിക്ക് ചെയ്ത് കൊടുത്താൽ അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് സർക്കിൾ കിട്ടും. സോ ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുന്നു, സെക്കൻഡ് പോയിന്റ് പിക്ക് ചെയ്യുന്നു. സോ ഇത് കണക്ട് ചെയ്തിട്ട് ഒരു സർക്കിൾ കിട്ടും. ദെൻ ഡ്രോയിൽ സർക്കിൾ മൂന്നാമത്തെയാണ് 3 പോയിന്റ്. 3 പോയിന്റ് 3 പോയിന്റ് പിക്ക് ചെയ്ത് കൊടുക്കണം. ആ 3 പോയിന്റ് കണക്ട് ചെയ്ത് സർക്കിൾ കിട്ടും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 പോയിന്റ് പിക്ക് ചെയ്ത് അത് 3 കണക്ട് ചെയ്തിട്ടുള്ള സർക്കിൾ കിട്ടും. ദെൻ 10 റേഡിയസ്. 10 റേഡിയസ് എന്ന് പറയുന്ന സമയത്ത് 2 ടാൻജന്റ് പോയിന്റും ഒരു റേഡിയസും കൊടുക്കുക. സോ ഈ സർക്കിൾ, ഈ 2 സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ടാൻജൻഷ്യൽ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുന്നു, സെക്കൻഡ് പോയിന്റ് പിക്ക് ചെയ്യുന്നു, പിന്നീട് അതിൻ്റെ റേഡിയസ് ആണ് കൊടുക്കുന്നത്. റേഡിയസ് ഒരു 100 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 2 പോയിന്റ് ടാൻജൻഷ്യൽ ആയിക്കൊണ്ട് 100 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് ഓപ്ഷൻ ആണ് 10 എന്ന് പറയുന്നത്. അതായത് 3 ടാൻജന്റ് പോയിന്റ് കൊടുക്കുക. അപ്പോൾ ഇത് ഫിഗർ ഇതാണെങ്കിൽ 3 ടാൻജന്റ് പോയിന്റ് ഈ സർക്കിളിൻ്റെ 3 എഡ്ജാണ് 3 ടാൻജന്റ് പോയിന്റ് ആണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുന്നു, സെക്കൻഡ് പോയിന്റ് പിക്ക് ചെയ്യുന്നു, തേർഡ് പോയിന്റ് പിക്ക് ചെയ്യുന്നു. 3നെയും ടച്ച് ചെയ്തിട്ടുള്ള 3നും ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കാം. സോ ഓപ്ഷൻസ് ഉള്ളത് ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്റർ കാണിച്ചു കൊടുക്കുക, റേഡിയസ്, അതുപോലെ സെൻറ്റർ, ഡയമീറ്റർ, 2 പോയിന്റ്, 3 പോയിന്റ് ആൻഡ് 10 റേഡിയസ്, 10 ഇത്രയും ഓപ്ഷനാണ് സർക്കിളിനുള്ളത്. സി ആണ് സർക്കിളിൻ്റെ ഷോർട്ട് കീ. നെക്സ്റ്റ് ആണ് റിവിഷൻ ക്ലൗഡ്. റിവിഷൻ ക്ലൗഡ് നമുക്ക് ജസ്റ്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലൗഡ് രൂപത്തിലുള്ള ഫിഗറാണ് വരുന്നത്. എൻ്റർ ചെയ്ത് എസ്കേപ്പ് ചെയ്യാം. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ട് നമുക്ക് വീണ്ടും എൻഹാൻസ് ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ റിവിഷൻ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് അധികം യൂസ് ചെയ്യാത്തൊരിതാണ് റിവിഷൻ ക്ലൗഡ്, റെവ് ക്ലൗഡ്. സോ ഇത് ക്ലൗഡ് രൂപത്തിലുള്ള ഫിഗറാണ് കിട്ടുന്നത്. ക്ലൗഡ് 2 പ്രാവശ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ അത് സ്പെസിഫിക്കായി നിൽക്കുകയുള്ളൂ. നെക്സ്റ്റ് കമാൻഡുകളെ കുറിച്ച് അടുത്ത ഡെമോൺസ്ട്രേഷൻ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.